നമസ്തേ. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ KSEB, KSRTC എന്നിവ ഭരിക്കുന്നത് ശരിക്ക് യൂണിയൻ നേതാക്കളാണ്. മന്ത്രിയായിട്ടിരിക്കുന്നവർക്കും അതിൻ്റെ ചെയർമാൻമാരായിട്ടോ MDമാരായിട്ടോ വരുന്നവർക്കും വലിയ റോളൊന്നും അവയുടെ ഭരണത്തിലില്ല. അങ്ങനെ യൂണിയൻ നേതാക്കൾ ഭരിച്ച് KSRTCയെ ഒരു പരുവമാക്കി. പെൻഷനും ശമ്പളവും കൊടുക്കാൻ പോലും ഈ 30 ദിവസം പണി ചെയ്താലും ശമ്പളം കിട്ടാത്ത അവസ്ഥയാണ് ഇന്ന് KSRTCയിലുള്ളത്. KSEB ജനങ്ങളെ പിഴിഞ്ഞെടുക്കുകയാണ്. എന്നിട്ടും അവർക്ക് കടമാണ്. ഏറ്റവും കൂടുതൽ കടമുണ്ടാക്കിയിട്ടുള്ള ഒരു പൊതുജനല സ്ഥാപനമാണ് KSEB. ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്മാർട്ട് മീറ്റർ വെക്കണം, അങ്ങനെയാണെങ്കിൽ ഇത്രായിരം കോടി ഞങ്ങൾ തരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആ സ്മാർട്ട് മീറ്റർ വേണ്ട, ഞങ്ങൾക്ക് സ്മാർട്ട് മീറ്റർ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോളാം, പൊതുമേഖലാ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്നിട്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് KSEB എംപ്ലോയീസ് സമരത്തിലായിരുന്നു. അത് അവർ വിചാരിക്കുന്നതല്ലേ നടക്കൂ. സർക്കാർ അതിന് വഴങ്ങി. ഇപ്പോൾ അത് കേന്ദ്ര സഹായം ഇല്ലെന്ന് വന്നപ്പോൾ അവസാനം മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞ് ഇപ്പോൾ 4766 കോടി രൂപ വാങ്ങിക്കാൻ തയ്യാറെടുക്കുകയാണ്. നിവൃത്തികേട് കൊണ്ടാണ്. ഈ തരത്തിൽ ജനങ്ങളെ, അതായത് ഒരു പണിയും ചെയ്യാതെ വലിയ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരാണ് KSEBയിലെ ജീവനക്കാർ. അത് വാങ്ങിക്കുന്ന ഒരു പണിയും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞത് ശരിയല്ല. വാങ്ങിക്കുന്ന ശമ്പളത്തിന് പറ്റിയ ഉത്തരവാദിത്വമോ അതുപോലെ തന്നെ പണിയോ അവർ ചെയ്യുന്നില്ല. ഉത്തരവാദിത്വം കാണിക്കുന്നില്ല, പണിയും ചെയ്യുന്നില്ല. കാരണം ഒരു ഉദാഹരണം പറയാം. ഇപ്പം സർക്കാർ സർവീസിൽ ഒരു ഡ്രൈവർക്കോ മറ്റൊരു ക്ലാർക്കിനോ കിട്ടുന്ന ശമ്പളമല്ല KSEB. ഈ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ വലിയ ശമ്പളമാണ് അവർക്ക്. തുടങ്ങിയതെന്ന് പറഞ്ഞ് KSEBയിൽ പെൻഷനില്ല, അതുകൊണ്ട് ഉയർന്ന ശമ്പളം നൽകിയിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ സമരം ചെയ്ത് അവർ പെൻഷനും അവകാശം നേടി. അപ്പോൾ ഈ ശമ്പളം കുറച്ചോ അതൊട്ടില്ല തന്നെ. അങ്ങനെ വൻ ശമ്പളമാണ്. ഇപ്പോൾ KSEBയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ഒരു ജൂനിയർ സൂപ്രണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ജൂനിയർ സൂപ്രണ്ടിൻ്റെ ഏകദേശം ഇരട്ടി തുകയാണ് പെൻഷനായിട്ട് വാങ്ങിക്കുന്നത്. ഇതൊക്കെ എവിടുന്ന് കൊടുക്കുന്നു? വരുമാനത്തെക്കുറിച്ച് അവർക്ക് യാതൊരു ആശങ്കയുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ കറണ്ട് ചാർജ് കൂട്ടുക, ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുക്കുക, ഇതാണ് അവർ ചെയ്യുന്നത്. ഇവരുടെ കുത്തകയാണിത്. ഈ രീതിയിൽ ചെയ്യാൻ KSRTCക്ക് പറ്റത്തില്ല. KSRTCയുടെ കുത്തകയല്ല, സർക്കാരിൻ്റെ ഒരു കമ്പനി മാത്രമാണെന്നുള്ളതേ ഉള്ളൂ. ട്രാൻസ്പോർട്ട് വ്യവസായം മറ്റ് പ്രൈവറ്റ് ആളുകളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. കൂലിയൊക്കെ, ടിക്കറ്റ് ചാർജുകളൊക്കെ തോന്നിയതുപോലെ കൂട്ടാൻ പറ്റത്തില്ല. KSEBയിൽ അങ്ങനെയല്ല, അവർക്ക് ഇഷ്ടം പോലെ കൂട്ടാം. ആരുണ്ട് ചോദിക്കാൻ? പകരം ഒരാളെ ആശ്രയിക്കാൻ പൊതുജനങ്ങൾക്ക് ആരുണ്ട്? ആരുമില്ല. പക്ഷേ വിദ്യുത് ശക്തി വിതരണം പ്രൈവറ്റൈസ് ചെയ്യണം. പ്രൈവറ്റൈസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റുകാർക്ക് കൂടെ അതിനുള്ള അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കേന്ദ്ര നിയമമുണ്ട്. പക്ഷെ അതുകൂടെ സമ്മതിക്കത്തില്ല. ഇവിടെ അവർക്ക് കുത്തക ഭരണം വേണം. കുത്തകകൾക്ക് എതിരായിട്ട് സമരം ചെയ്യുന്ന ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷേ അവർക്ക് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പൊതുമേഖലാ സ്ഥാപനം അവരുടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റ് പ്രൈവറ്റുകാരെയായിട്ടും മറ്റ് കമ്പനിക്കാരെയായിട്ടും ആരെയും അനുവദിക്കത്തില്ല, അടുപ്പിക്കത്തില്ല. ഇത് തന്നെയാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അവർക്ക് പാർട്ടിക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് മറ്റൊരു പാർട്ടിക്കാരും തല ഉയർത്താൻ പറ്റത്തില്ല, അവിടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. കോളേജുകളിലാണെങ്കിൽ വിദ്യാർത്ഥി യൂണിയനുകളും അതുപോലെയാണ്. അവരുടെ യൂണിയൻ മാത്രം മതി, മറ്റൊന്നും മതി. ഇതേ പോളിസിയാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ KSEBയും KSRTCയും സ്വീകരിച്ചിരിക്കുന്നത്. അവർക്ക് വേറെ ആൾക്കാരെ അനുവദിക്കാൻ പറ്റില്ല. KSRTC പിന്നെ പരമ്പരാഗതമായിട്ട് പ്രൈവറ്റ് ആൾക്കാരുള്ളത് കൊണ്ടും പിന്നെ KSRTCയിൽ അവർക്ക് ഈ ജനങ്ങളുടെ യാത്രാവശ്യങ്ങളെല്ലാം നിറവേറ്റാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടും അവർ പ്രൈവറ്റുകാരുമായിട്ട് മത്സരിക്കേണ്ടി വരുന്നു. പക്ഷേ നഷ്ടം ഉണ്ടാക്കുമ്പോൾ അത് സർക്കാർ കൊടുക്കുകയാണ്. 100 കോടി രൂപ വെച്ച് മാസം കൊടുക്കുകയാണ്. എന്നിട്ടും ശമ്പളവും പെൻഷനും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുക്കുകയാണ്. ഇതൊന്നും ഈ ഒരു സഹായവും ഇല്ലാതെ പ്രൈവറ്റുകാർ പുതിയ ബസ്സുകൾ വാങ്ങുന്നു, ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഇവർക്ക് എന്താണ് പറ്റാത്തത്?
അത് എല്ലാം കെടുകാര്യസ്ഥത നശിപ്പിച്ച് കൈ കൊടുക്കുക എന്നുള്ളത്. എല്ലാത്തിലും വെട്ടിപ്പാണ്. സ്പെയർ പാർട്സ് വാങ്ങിക്കുന്നതിലും റിപ്പയർ ചെയ്തതിലും ടയർ വാങ്ങിക്കുന്നതിലും എല്ലായിടവും വെട്ടിപ്പായിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ വരത്തില്ലല്ലോ. പ്രൈവറ്റുകാർക്ക് പറ്റുന്ന പോലെ ചെയ്യാവുന്നത് പോലെ ഇവർക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇനി KSEBയിലെ കാര്യം ഇത് ഈ ഇങ്ങനെ നിയമമുള്ളപ്പോൾ പ്രൈവറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഈ കറണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അനുവദിക്കാത്തത് എന്ത്? ജനങ്ങളാണ് അത് ആവശ്യപ്പെടേണ്ടത്. കാരണം ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾ അത് തയ്യാറാവത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ യൂണിയനുകളാണ് ഈ KSEB ഭരിക്കുന്നത്. അവർക്ക് അന്നേരം ഈ യൂണിയനുകൾക്കെതിരായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ KSEBയിൽ ഒരു ശമ്പള വർധന ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കമ്മീഷൻ യൂണിയനുകൾക്ക് കിട്ടും, അതിൻ്റെ ഒരു വിഹിതം പാർട്ടികൾക്കും കിട്ടും. പിന്നെ ജനങ്ങളെ പിഴിയുന്നതിന് എന്തിനാണ് നോക്കേണ്ട കാര്യം എന്ത്? ജനങ്ങൾക്ക് മാസം തോറും വേണമെങ്കിൽ കറണ്ട് ചാർജ് കൂട്ടാം, ഒരു മാനദണ്ഡവുമില്ല. ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ എടുക്കുക, ഈ നഷ്ടക്കണക്കുകൾ കൊണ്ടുചെല്ലും, അപ്പോൾ അവർ ചാർജ് കൂട്ടാൻ പറയും. കാരണം ഭയങ്കര ശമ്പളവും പെൻഷനും ഒക്കെ വലിയ തോതിലല്ലേ കൊടുക്കുന്നത്. പിന്നെ എന്ത് ചെയ്യും? ഇതാണ് ഇവിടുത്തെ ഭരണം. ഈ ജനങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വരേണ്ട ഡിസ്ട്രിബ്യൂഷന് സ്വകാര്യ വ്യക്തികളെ കൂടി, സ്വകാര്യ കമ്പനികളെ കൂടി അനുവദിക്കണം. അതുപോലെ പുരപ്പുറ സോളാർ പദ്ധതി ഉണ്ടല്ലോ, അതിന് ഉൽപ്പാദിപ്പിക്കുന്നത് കറണ്ടിന് 3 രൂപ പോലും കൊടുക്കത്തില്ല. പക്ഷേ അവർക്ക് പകൽ സമയത്ത് ഉപയോഗിക്കാനുമുള്ള കറണ്ടിന് മൊത്തത്തിൽ കൊടുക്കുകയാണ്. മൊത്തത്തിൽ 4-5 രൂപയാണ്. അതായത് 3 രൂപയ്ക്ക് ഒരുത്തന്നെ വാങ്ങിച്ചാൽ അവന് തന്നെ 5 രൂപയ്ക്കും 6 രൂപയ്ക്കും കൊടുക്കുകയാണ്. മൊത്തത്തിൽ ഒരു മാസത്തെ ഉപഭോഗം നോക്കിയിട്ടാണ് കറണ്ട് ചാർജ് സ്ലാബ് അനുസരിച്ച് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഈ പകൽ ഉപയോഗിച്ചതും മറ്റേതിനൊക്കെ എങ്ങനെയാണ് ഇവർ കണക്കാക്കുമോ? അങ്ങനെയാണെങ്കിൽ സ്മാർട്ട് മീറ്റർ വേണം. പകൽ ഉപയോഗിച്ചതിന് ഈ വാങ്ങുന്ന ഉപഭോക്താവിൽ നിന്ന് വാങ്ങുന്ന കറണ്ടിൻ്റെ വിലയെ ഈടാക്കാൻ പാടുള്ളൂ. പിന്നെ അതിൽ മിച്ചമുണ്ടെങ്കിൽ അതിന് ബാക്കിയുള്ള സമയത്ത് കാശ് അങ്ങോട്ട് കൊടുക്കണം. അല്ലാതെ പകൽ സമയത്തെ പൈസ കൊടുത്താൽ പോരാ. ആ മിച്ചമുള്ളത് അവർ വേറെ വലിയ കമ്പനികൾക്ക് കൊടുത്ത് വലിയ പൈസ വാങ്ങിക്കുന്നില്ലേ? അതുപോലെ ഉപഭോഗം കൂടിയ ആളുകൾക്ക് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് സ്ലാബ് സിസ്റ്റത്തിൽ അതിനനുസരിച്ചുള്ള പൈസ വാങ്ങിക്കുന്നില്ലേ? അപ്പോൾ അതെല്ലാം ഇത് തട്ടിപ്പാണ്. ഇതെല്ലാം തട്ടിപ്പാണ്. ജനങ്ങളെല്ലാവരും ഒന്നുകിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് സോളാർ വെക്കുക, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ വീട്ടിൽ തന്നെ ഒരുക്കി വെക്കും. ബാറ്ററിയൊക്കെ വെച്ചിട്ട് അവർ തന്നെ സ്വന്തം ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ച് സ്വന്തം വീട്ടിൽ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്ന ഒരു രീതി എല്ലാവരും അഡോപ്റ്റ് ചെയ്താൽ. പക്ഷേ എല്ലാവർക്കും അതിനുള്ള കഴിവില്ല. എല്ലാവർക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് പൂട്ടിപ്പോവും. ശമ്പളത്തിനും പെൻഷനും ഒക്കെ എവിടെ പോവും വരും. ഒരു മത്സര ബുദ്ധി വേണം. അങ്ങനെ കുത്തക പാടില്ല. ജനങ്ങളെ പറ്റിക്കാനാണ് ഈ കുത്തക. ഇത് അവർ തന്നെ പറയുന്ന വാക്കുകളാണ്. കുത്തക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ചൂഷണം ചെയ്യാനാണെന്ന് അവർ തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്ന, പാർട്ടി ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യമാണ്. ഈ കാര്യത്തിൽ അവർ അതേ പാഠങ്ങൾ തന്നെ ഉൾക്കൊള്ളണം. ജനങ്ങളെ പറ്റിക്കരുത്, ജനങ്ങളെ ചൂഷണം ചെയ്യരുത്. ഇതാണ് ഇക്കാര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ സ്ഥാപനങ്ങളൊക്കെ നഷ്ടത്തിലാണെങ്കിൽ പൂട്ടിപ്പോവുകയാണ്. പ്രൈവറ്റുകാർക്ക് കൊടുക്കണം, പൂട്ടണം. ജനങ്ങളുടെ മേലിൽ എന്തിനാണ് ഇങ്ങനെ ഒരു വലിയ ഭാരമായിട്ട് ഇതൊക്കെ വെച്ചിരിക്കുന്നത്? മറ്റ് സംസ്ഥാനങ്ങളിൽ എത്ര രൂപയ്ക്ക് കറണ്ട് കൊടുക്കുന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് നോക്കണം. നമ്മളെ ചൂഷണം ചെയ്യണം. കേരളീയർ പ്രബുദ്ധമായിട്ട് ചൂഷണം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.